മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഡോക്ടർ സി.വി. രാമൻ, അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയപ്പോൾ ആ പുരസ്കാരം വാങ്ങിക്കാനായിട്ട് അദ്ദേഹം യൂറോപ്പിൽ പോയി കുറേ ശാസ്ത്രജ്ഞന്മാരെ കണ്ടു. ഈ നോബൽ സമ്മാനം വാങ്ങിക്കുന്നതിന് മുമ്പ് ഒരു ചടങ്ങുണ്ടായിരുന്നു അത്രേ. എല്ലാവരും ഒരുമിച്ചിരുന്ന് വിശിഷ്ടാതിഥികളായിട്ട് വന്നിരിക്കുന്ന നോബൽ സമ്മാന ജേതാക്കളായിട്ടുള്ള അവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് കുറച്ച് ലിക്കർ കഴിക്കണം. അപ്പം ലിക്കർ കഴിക്കാൻ എല്ലാവരുടെ കയ്യിലും ആ ലിക്കറിൻ്റെ ചഷകം കൊടുത്തു. സി.വി. രാമൻ പറഞ്ഞു, ഞാൻ ലിക്കർ കഴിക്കാറില്ല, എനിക്ക് വേണ്ട എന്ന്. അപ്പോ പിന്നെ എന്താ കഴിക്കുക എല്ലാവരുടെയും കൂട്ടത്തിൽ? അദ്ദേഹം പറഞ്ഞു, ലെമൺ ജ്യൂസ്, ലൈം ജ്യൂസ് തന്നാൽ മതി. അദ്ദേഹം ലൈം ജ്യൂസാണ് കഴിച്ചത്. അപ്പം മറ്റ് ചിലർ പറയുകയുണ്ടായി, പ്രകാശതരംഗം ആൽക്കഹോളിലൂടെ കടന്നു പോകുമ്പോൾ ആ പ്രകാശതരംഗത്തിന് എന്തൊക്കെ മാറ്റം ഉണ്ടാകുമെന്ന് രാമൻ ഇഫക്റ്റിലൂടെ നിങ്ങൾ കണ്ടുപിടിച്ചു. പക്ഷേ ആൽക്കഹോള് സി.വി. രാമനിലൂടെ കടന്നുപോയാൽ എന്തൊക്കെ മാറ്റമുണ്ടാകുമെന്നറിയാനായിരുന്നു നിങ്ങൾക്ക് ഇത്തിരി ലിക്കർ തന്നത്. തല ഉയർത്തി ചിരിച്ചുകൊണ്ട് സി.വി. രാമൻ പറഞ്ഞു അത്രേ, ആൽക്കഹോള് സി.വി. രാമനിലൂടെ കടന്നു പോവുകയുമില്ല, ആൽക്കഹോള് സി.വി. രാമനിലൂടെ കടന്നുപോയാൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ലെമൺ ജ്യൂസ് മതി എന്ന് പറഞ്ഞത് എന്ന് ഒരു സംഭവവും ഈ വാക്കുകളുടെ എക്സ്ചേഞ്ചും നടന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഈ ഒരു വരിയിൽ നമുക്ക് ജീവിതത്തിൽ പകർത്താനായിട്ട് വലിയൊരു സന്ദേശമുണ്ട്. ധാരാളം വ്യക്തികൾ മദ്യപിക്കുന്നത് ശരിക്ക് കോൺഫറൻസ് നടക്കുമ്പോൾ അതിൽ മദ്യം ഉണ്ട്, ലിക്കറുണ്ട്, അതുകൊണ്ട് അവിടെ വെച്ച് മാത്രമേ കുടിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളുടെ മീറ്റിങ്ങുകളിൽ ലിക്കർ കഴിക്കണം എന്നുള്ളത് ഒരു ചടങ്ങ് പോലെയാണ്. ഞാൻ മാത്രം എങ്ങനെയാ കഴിക്കാതിരിക്കുക? അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് കൂടുമ്പോഴത്തേക്കും കുറച്ച് ലിക്കർ കഴിക്കാറുണ്ട്, അതിലൊന്നും ഞാൻ അഡിക്റ്റ് അല്ല, മറ്റേത് കാപ്പിയോ ചായയോ കുടിക്കുന്ന മാതിരി ഒരിത്തിരി കുടിക്കാറുണ്ട്, ഇങ്ങനെയെല്ലാം പറയുന്നവരുണ്ട്. പക്ഷെ എനിക്ക് നോൺ വെജിറ്റേറിയൻ വേണ്ട, ലിക്കർ വേണ്ട, മൃഗങ്ങളുടെ ചോരയും ഇറച്ചിയും ഞാൻ കഴിക്കില്ല, ഈ മദ്യം കഴിച്ചു കിട്ടുന്ന താൽക്കാലിക സുഖം എനിക്ക് ആവശ്യമില്ല, സന്തോഷം എനിക്ക് ആവശ്യമില്ല എന്ന് വിചാരിച്ചൊരു തീരുമാനമെടുക്കാൻ ഡോക്ടർ സി.വി. രാമന് നോബൽ ലൊറേറ്റ്സിന്റെ കൂട്ടത്തിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും വലിയൊരു സദസ്സിൽ അത്രയും വലിയ പ്രോട്ടോകോൾ ഒന്നുമില്ലാത്ത മറ്റെവിടെയും നമുക്ക് ഈ ലിക്കർ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് നമ്മുടെ മനസ്സിനകത്ത് കൺവിക്ഷൻ ഉണ്ടെങ്കിൽ ഈ നോൺ വെജിറ്റേറിയനും അതുപോലെ തന്നെ ലിക്കറും ലഹരി പദാർത്ഥങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. ഒരു വ്യക്തി എന്നോട് പറയുകയുണ്ടായി, എനിക്കിപ്പോൾ 58 വയസ്സായി, 60 വയസ്സ് കഴിഞ്ഞ് 60ാം പിറന്നാൾ മുതൽക്ക് ഞാൻ നോൺ വെജിറ്റേറിയൻ കഴിക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇങ്ങനൊരു തീരുമാനം ലോകത്തിൽ ആരെങ്കിലും എടുക്കോ? അവരോടൊക്കെ പറയാനുള്ളതാണ്, പണ്ടുള്ളവർ തെറി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തന്നെ പോലെയുള്ളവരെ പറയാനാണ്. വേറൊരാൾ പറയുകയുണ്ടായി, സാറിൻ്റെ പ്രഭാഷണം കേട്ടതിന് ശേഷം എൻ്റെ വീട്ടിലെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഉണ്ടാക്കുന്ന പൂർണ്ണമായിട്ട് നിർത്തി. ഞാൻ അയാളോട് ചോദിച്ചാൽ പറഞ്ഞതിൽ എന്തോ ഒരു വ്യംഗ്യാർത്ഥം ഉണ്ടല്ലോ, വീട്ടിലുണ്ടാക്കുന്ന നിർത്തി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അല്ല, ഞങ്ങൾ നോൺ വെജിറ്റേറിയൻ നിർത്തി, ഇനി അത്യാവശ്യം വല്ലതും കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ സിസ്റ്ററിൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കഴിക്കും, അത്രയേ ഉള്ളൂ എന്ന്. ഇതൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് പറയുന്ന രീതിയിൽ. അപ്പോൾ ഓർമ്മിക്കുക, അവനവൻ്റെ ശരീരത്തെയും അവനവൻ്റെ മനസ്സിനെയും നിയന്ത്രിക്കാൻ സാധിച്ചാൽ ഏത് തരത്തിലുള്ള നല്ല തീരുമാനങ്ങളും ശാശ്വതമായ നന്മയ്ക്കുതകുന്നതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. സി.വി. രാമൻ്റെ ഈ വരി, ആൽക്കഹോൾ സി.വി. രാമനിലൂടെ പോവുകയുമില്ല, ആൽക്കഹോൾ സി.വി. രാമനിലൂടെ പോയാൽ ഒരു മാറ്റവും സംഭവിക്കില്ല എന്നുള്ളത്
നമ്മുടെ ജീവിതത്തിലും നമുക്കൊന്ന് പ്രയോഗിക്കാൻ സാധിക്കുമോ? ചിന്തിക്കുക. പ്രണാമം. നമസ്കാരം.